പ്രമേഹ രോഗ നിയന്ത്രണത്തിൽ ഭക്ഷണ ക്രമീകരണത്തിന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. രോഗാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് പ്രമേഹം. ആ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഭക്ഷണ ക്രമീകരണം, വ്യായാമം, അതുപോലെ കൃത്യമായ മരുന്നുകളുടെ ഉപയോഗം എന്നിവ മൂലം നമുക്ക് സാധ്യമാണ്. അതിൽ പ്രധാനമായിട്ടും ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ എവരുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. പ്രമേഹ നിയന്ത്രണത്തിനായി ഭക്ഷണ ക്രമീകരണം ചെയ്യാൻ പറയുമ്പോൾ അത് ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ നിർദ്ദേശിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം നമ്മളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനാണ് നമ്മളെല്ലാം താല്പര്യപ്പെടുന്നത്, അല്ലേ? എന്നാൽ ഒരുപാട് മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനെ ഒഴിവാക്കാൻ ഒക്കെ നമുക്ക് ഈ പറയുന്ന, അതായത് ജീവിതശൈലി രോഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിൽ തീർച്ചയായിട്ടും ആഹാര ക്രമീകരണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കേണ്ടത് മധുരപദാർത്ഥങ്ങളെ പറ്റി തന്നെയാണ്. അന്നജം കൂടുതലായി അടങ്ങിയ ആഹാര സാധനങ്ങൾ നാം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരിട്ട് വരുന്ന മധുരപദാർത്ഥങ്ങളായ പഞ്ചസാര, ശർക്കര, തേൻ അല്ലെങ്കിൽ കൽക്കണ്ടം അതുപോലെയുള്ള ആഹാരങ്ങളുടെ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുകയോ വളരെ കുറച്ച് അളവിലേക്കായി നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയിലും ആഹാര നിയന്ത്രണത്തിൽ മാറ്റങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ പൊക്കം, തൂക്കം, അല്ലെങ്കിൽ അവരുടെ കായിക അധ്വാന രീതി, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുന്നത്. അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് തീർച്ചയായും അതിന് മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണശീലങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങളും ഭക്ഷണത്തിലുള്ള താല്പര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെ ക്രമീകരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നജത്തിനോടൊപ്പം തന്നെ അന്നജം നിയന്ത്രിക്കണം അല്ലെങ്കിൽ കലോറി കൂടിയ ആഹാരം നിയന്ത്രിക്കണം എന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരേ സമയത്ത് വളരെ കൂടുതൽ അളവിൽ ആഹാരം കഴിക്കാതെ പല തവണകളായി, അതായത് അളവുകൾ കുറച്ച് പല തവണകളായുള്ള ഭക്ഷണ രീതിയാണ് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. നാം കഴിക്കുന്ന ആഹാരം സമീകൃതമായിരിക്കുകയും വേണം. അതായത് എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം നാം കഴിക്കേണ്ടത്. അതിൽ ഇപ്പം സാധാരണ നമ്മളുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അതുപോലെ രാത്രിയിലെ ഭക്ഷണം, ആ ഒരു രീതിയാണ്. എന്നാൽ മരുന്നുകളും അല്ലെങ്കിൽ ഇൻസുലിനും ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 നേരം എന്നുള്ള ആഹാര രീതിയല്ല, അളവുകൾ കുറച്ച് തവണ കൂട്ടിയുള്ള ഭക്ഷണ രീതി ശീലമാക്കണം. അപ്പം ഇടനേരങ്ങളിലൊക്കെ ആഹാരത്തിൽ, അതായത് ഒരു ഹെവി മീലല്ല, ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് നമുക്ക് ഷുഗറിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ കൂട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അല്ലെ ചപ്പാത്തി, അപ്പം, ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം. അതിനുശേഷം ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിൽ, ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നമുക്കൊരു വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ, അതുമല്ല ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുള്ള ഇതുപോലുള്ള സൂപ്പുകളോ ഒന്നും പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മധുരം കുറഞ്ഞ പഴങ്ങൾ, അതല്ല എങ്കിൽ മധുരമില്ലാത്ത, ഇപ്പം ബേക്കറി സാധനങ്ങളെ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട, എങ്കിലും മധുരമില്ലാത്ത ബിസ്ക്കറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ലഘുവായ രീതിയിലുള്ള ഭക്ഷണം ഇടനേരങ്ങളിൽ ഉൾപ്പെടുത്തുക. പഴങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഓർക്കേണ്ടത് നമ്മുടെ പ്രമേഹം നിയന്ത്രണത്തിലാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കലോറി കുറഞ്ഞ പഴങ്ങൾ, സാധാരണ രീതിയിൽ പ്രമേഹ രോഗികൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 100 ഗ്രാം പഴമാണ്. 100 ഗ്രാം പഴമെന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് ഏകദേശം ഒരു ചെറിയ ആപ്പിള് അല്ലെ ഒരു പേരയ്ക്ക വരുന്ന ഒരു അളവിലുള്ള പഴമാണ് നമ്മൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറ്. അപ്പോൾ ഈ ഇടനേരത്തിൽ അതുപോലെ ഒരു പഴം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകളിൽ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക്
ഓട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്, പിന്നെ വർക്കിംഗ് ആണെങ്കിലും സാലഡ് പോലെയുള്ള വെജിറ്റബിൾസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ ടിഫിനിൽ നമുക്കത് പ്രാക്ടിക്കൽ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ മധുരമില്ലാത്ത ബിസ്ക്കറ്റുകൾ പോലെയുള്ള, അത് അധികം നമുക്ക് റെക്കമെൻഡഡ് അല്ല എങ്കിലും സിറ്റുവേഷനിൽ നമുക്കത് ചിലപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് ഒരു ലോങ് ഗ്യാപ്പിൽ ആഹാരം ഇല്ലാതെ ഇരിക്കരുത്. പ്രത്യേകിച്ച് ഒരു പ്രമേഹമുള്ള ആളെ സംബന്ധിച്ച് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഷുഗർ തീരെ താന്നു പോകാം. അതും അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു നമ്മുടെ മീല് വളരെ അധികമായിട്ട്, അതായത് നമുക്ക് വേണ്ട അളവിൽ നിന്നും നിയന്ത്രിച്ചല്ലാതെ അമിതമായ രീതിയിൽ കഴിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇടനേരങ്ങളിൽ നിർബന്ധമായും ലഘുവായ ആഹാരം ഉൾപ്പെടുത്താൻ പറയുന്നത്. അപ്പം അന്നജത്തെ നിയന്ത്രിക്കാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നാരുകളുടെ അളവാന്ന് പറഞ്ഞു. അപ്പം നാരുകൾ എന്ന് പറയുന്നത് പ്രധാനമായും നമുക്ക് നാരുകൾ ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമാണ്. അപ്പം പഴങ്ങൾക്ക് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പഴങ്ങൾ കൂടുതലായ അളവിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ പച്ചക്കറികളിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിച്ച്, അതായത് ഉരുളക്കിഴങ്ങ്, കപ്പ ഇതുപോലെയുള്ള അന്നജം കൂടിയ പച്ചക്കറികളുടെ ഉപയോഗം നിയന്ത്രിക്കുക. മറ്റ് വെജിറ്റബിൾസ്, പ്രധാനമായിട്ടും ഇലക്കറികളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നാരുകൾ കിട്ടുന്നത്. അതുപോലെ മുളപ്പിച്ച പയറ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള പച്ചക്കറികളും നമ്മളുടെ മീലിനോട്, അതായത് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പം ഒരുപക്ഷെ അരിയാഹാരമായിരിക്കാം കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ കൂടുതലായി വെജിറ്റബിൾസ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് കാർബോഹൈഡ്രേറ്റ് അബ്സോർഷനെ കുറയ്ക്കാനായിട്ട് ഈ ഫൈബേഴ്സ് അഥവാ നാരുകൾ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം കൂടുതലായും നമ്മളുടെ ഓരോ മെയിൻ മീലിലും നമ്മൾ എൻഷുർ ചെയ്യണം, അത് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ പ്രോട്ടീനും വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിക്കുന്നതിന് വേണ്ടി പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. മത്സ്യം, മീനിൻ്റെ ഉപയോഗം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വറുത്ത രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കലോറി കൂട്ടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒഴിവാക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള ഫിഷ് അങ്ങനെയുള്ളതിനെ ഒഴിവാക്കി വേവിച്ച രീതിയിൽ അല്ലെങ്കിൽ ഫാറ്റ് കുറഞ്ഞ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് മത്സ്യം ധാരാളമായി ഉൾപ്പെടുത്താം. അതുപോലെ മുട്ടയിൽ പ്രധാനമായിട്ടും മുട്ടയുടെ വെള്ള, ദിവസവുമുള്ള മുട്ടയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇറച്ചി വർഗ്ഗങ്ങളിൽ കോഴി ഇറച്ചിക്ക് പ്രാധാന്യം കൊടുക്കുക. അതും വറുത്ത രീതിയിലുള്ള, അതായത് എണ്ണ കൂടുതൽ വരുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ പ്രമേഹ നിയന്ത്രണത്തിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം നാം ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: അന്നജം നിയന്ത്രിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായി ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ ഒരേ സമയത്ത് അധികം ഭക്ഷണം കഴിക്കാതെ തവണകൾ കൂട്ടി അളവ് കുറച്ചുള്ള ഭക്ഷണ രീതി നമ്മൾ ശീലിക്കുക, വ്യായാമം ചെയ്യുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തപരിശോധനകളും ചെക്കപ്പുകളും കൃത്യമായ രീതിയിൽ നടത്തുക. ഇങ്ങനെ ഒക്കെ ചെയ്യുക വഴി നമുക്ക് പ്രമേഹത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ, ഒരിക്കലും പ്രമേഹം നമ്മെ നിയന്ത്രിക്കാതെ പ്രമേഹത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ നമുക്ക് സാധിക്കും.